അസല് മുന്തുവോ അറിവ് മുന്തുവോ എന്ന് ചോദിച്ചാൽ അസലാണ് മുന്തുക എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അറിവ് അല്പസ്വല്പമൊക്കെ അസലിനെ മാറ്റാൻ കഴിഞ്ഞാലും അതിനെ പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് കള്ളനെ പള്ളിയിൽ ഓതാൻ ഏൽപ്പിക്കുന്നതുകൊണ്ട് അവൻ കള്ളനായ ഒരു മൊയ്ലിയാരായി മാറും. പോക്കറ്റടിക്കാരനായ മൊയ്ലിയാരനായി മാറും. പാട്ടുകാരനും അഭിനയക്കാരനുമായി മാറും. അല്ലാതെ ഡിഗ്രി കൊണ്ടോ പേര് കൊണ്ടോ വാലുകൊണ്ടോ ഒന്നും ഒരുത്തനും നന്നാവില്ല. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും അതിനേക്കാൾ എത്രയോ ഭേദമാണ് കള്ളുകുടിയനെന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെ മൊയ്ലാളിമാരെല്ലാവരും കൂടി മൊയ്ലിയാരെ കള്ളുകുടിയനുമായി താരതമ്യം ചെയ്തു എന്ന് പറഞ്ഞ് രംഗത്തിറക്കും. പറയുന്നതിൻ്റെ അർത്ഥമറിയാത്തത് കൊണ്ടല്ല, അതിന് മറുപടിയില്ലെങ്കിൽ പിന്നെ പറയുന്നവനിൽ പിടിച്ച് എന്തെങ്കിലും കറക്കി തിരിച്ച് പിടിച്ചു നിൽക്കണ്ടേ. കാരണം അനുയായികളാൽ ജീവിക്കപ്പെടുമ്പോൾ ഉപജീവനമാർഗം മുടങ്ങരുതല്ലോ. അഷ്റഫ് സഖാഫി എന്നാണത്രേ പേര്. അഷ്റഫുൽ ഹൽക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത്. അതുകൊണ്ട് അതുപോലുള്ള പേര് ഉപ്പയും ഉമ്മയും ഒക്കെ ഇട്ടുകൊടുക്കുന്നതാണ്. പിന്നെ നേടിയ ബിരുദം സഖാഫി ബിരുദമാണ്. അതിന് എത്ര വർഷം ഓതണം എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പഠിച്ച് രംഗത്തിറങ്ങി പിന്നൊരു തലയെക്കെട്ടുമൊക്കെ കെട്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ, ആ വേഷം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അമീറായി, പിന്നെ മൊയ്ലിയാരായി, പിന്നെ തങ്ങളുപ്പാപ്പയായി, പിന്നെ വേറെ തങ്ങളായി. പറ്റുമെങ്കിൽ ഈ അഷ്റഫ് അങ്ങ് മാറ്റി അഷ്റഫുൽ ഐനുൽ മുത്തക്കബ്ബിറുൽ ഇൻദസാത്ത് എന്നിടാമെങ്കിൽ പിന്നെ എല്ലാവരും പേര് കേൾക്കുന്നതിന് മുമ്പ് അങ്ങ് എഴുന്നേറ്റ് നിൽക്കും. പോലീസുകാരായി പ്രച്ഛന്ന വേഷം കെട്ടി എവിടെയെങ്കിലും ചെന്നാൽ ആൾമാറാട്ടത്തിന് കേസെടുക്കും. വേറെ ഏത് ജോലിയിലായാലും ആൾമാറാട്ടവും തട്ടിപ്പും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ പണിയിൽ അങ്ങനൊരു കാര്യമേ ഇല്ല. ഈ പണിയിൽ ഇപ്പം ഞാനൊരു 6 മാസം അപ്രത്യക്ഷനായിരുന്നിട്ട് ഇപ്പോൾ ഹാമിദ് ആറ്റ പൂക്കോയ തങ്ങൾ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് പോലെ എൻ്റെ മുന്നിലും ഒരു ഹാമിദും പൂക്കോയായും ആറ്റയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സംഗതി കുശാലല്ലേ. പറയാവുന്നതിൻ്റെ യുക്തിയൊക്കെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലവും പിന്നെ 2-3 ഫാത്തിഹയും ചെറിയ സൂറത്തും അതിൻ്റെ അർത്ഥവുമൊക്കെ കീച്ചി പഠിച്ചു കഴിഞ്ഞാൽ സംഗതി കുശാലാണ്. അല്ലെങ്കിൽ ഈ പേരിനോടോ ഈ വിശ്വാസത്തോടോ ഈ ഡിഗ്രിയോടോ ഏതെങ്കിലും ഒരു കൂറുള്ള അല്പമെങ്കിലുമുള്ള ഒരു നാറിയാണെങ്കിൽ ഈ നാട്ടിലെ കുറേ പാവപ്പെട്ടവരായ മനുഷ്യരെ ഇവിടെ എങ്ങും വെച്ച് പറ്റിക്കാൻ കഴിയാത്തതിന് അങ്ങ് ഉംറ ചെയ്യാൻ കൊണ്ടുപോയി പറ്റിക്കാൻ തോന്നുമോ? ഇങ്ങനെ പറ്റിക്കുന്ന ഒരാളല്ല, പലരുണ്ട്. അല്പമാത്ര പറ്റിപ്പുകാരായ കുറേ പേരുണ്ട്. എന്നാൽ സത്യസന്ധമായി ചെയ്യുന്ന കുറച്ച് പേരുമുണ്ട്. അല്പമാത്രമായ പറ്റിപ്പുകാർ പല രൂപത്തിലും ഭാവത്തിലും തേക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ വെച്ച് അഡ്വാൻസ് വാങ്ങിച്ച് അവസാനം രജിസ്ട്രേഷൻ കിട്ടിയില്ല, വിസ വന്നപ്പോഴത്തേക്ക് മക്ക അടച്ചു എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ ഇവിടെ വെച്ച് പറ്റിച്ച് കാശടിച്ച കള്ളന്മാർ എൻ്റെ നാട്ടിലുമുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ സഹിക്കാം. എന്താണെന്നറിയോ, കാശ് പോയെങ്കിലും അവർ സ്വന്തം വീട്ടിലാണല്ലോ കിടക്കുന്നത്. കാശല്ലേ പോയുള്ളൂ. യവനില്ലേ വായ്ക്കരി ഇടുന്നത് പോലെ, അല്ലെങ്കിൽ വായിൽ മണ്ണിടാൻ വേണ്ടി പോകട്ടെ എന്ന് കരുതി അങ്ങ് വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത്രയും ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുചെന്നൊരു ഹോട്ടലിലുമാക്കിയിട്ട് കുറച്ച് ഡമ്മി ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ആ ഫ്ലൈറ്റ് പൊങ്ങിക്കഴിയുന്ന സമയത്തിനകം എയർപോർട്ടിൽ എത്തത്തക്ക പോലെ ചെയ്യണമെങ്കിൽ ഈ നാറിയെ എന്ത് പേര് വിളിക്കണം? അവൻ്റെ സർവീസസിൻ്റെ പേര് മുഹമ്മദീയ ഉംറ സർവീസസ്. ആ പേര് പോലെ ഇഷ്ടമുള്ളൊരു പേര് വേറെ ദീനിലുണ്ടോ? യവനും ചക്കാപ്പി മുസ്ലിയാരായിട്ട് ഇവിടൊക്കെ തന്നെ കാണും. ഇവനൊന്നും ചക്കാപ്പിയല്ല, ചക്കക്കുരുവാണ്. അവനൊരു പക്ഷേ നോക്കിയപ്പോൾ ഇതും കൊണ്ട് നടന്ന് ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നു, പല രീതിയിലുള്ള കച്ചവടങ്ങൾ. എന്നാൽ ആ കച്ചവടത്തിൻ്റെ കൂട്ടത്തിൽ അവന് വേറെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്ത് കച്ചവടക്കാരനാകാനൊക്കാത്തത് കൊണ്ട് എന്നാൽ ഇതുപോലെ പാവങ്ങളെ പറ്റിച്ച് കളയാം എന്ന് വിചാരിച്ച് രംഗത്തിറങ്ങിയതാണ്. ചെറുതായിട്ടൊക്കെ പറ്റിക്കുമ്പോൾ ചിലർ ക്ഷമിച്ച് പൊരുത്തപ്പെട്ടൊക്കെ ഇങ്ങി പോരും. ഇതുപോലെ കൊണ്ടുപോകുന്ന കള്ളന്മാരുടെ പണി എന്താണെന്നറിയോ? ഉംറയ്ക്ക് അവിടെ കൊണ്ടുപോയി ഇതുപോലെല്ലാം ചൂഷണം ചെയ്തിട്ട് വണ്ടിയിൽ വെച്ച് തിരിച്ചു വരുമ്പോൾ എല്ലാത്തിനും പൊരുത്തം തരണം. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തതെല്ലാം പൊരുത്തം തടണം. എന്തിനാണെന്നറിയോ? ഇവരെ പറ്റിച്ച കാശ് ഹലാലാക്കാനുള്ള പ്രക്രിയയാണ് ഈ കള്ളന്മാർ നടത്തുന്നത്. വല്ലാത്തൊരു കഷ്ടമാണ്. ഏതായാലും 186 പേരാണത്രേ അവിടെ കുടുങ്ങിയത്. പിന്നെ KMCCക്കാരും വേറെ ഏതോ സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ഇടപെട്ട്
ഇതിൽ ക്യാൻസർ രോഗികളുള്ള ഉമ്മമാരുണ്ട്, പ്രായമായവരുണ്ട്. എല്ലാവരും എയർപോർട്ടിൽ കിടന്ന് വലയുക, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ബിൽഡിങ്ങിൻ്റെ കാശടച്ച് ആരോ ആണ് ഇവരെ ഇറക്കിയത്. യവൻ അമീർ ചഗാഫി അവൻ പതുക്കെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങ് നാട്ടിൽ പോരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ തെണ്ടിയൊക്കെ യവനൊക്കെ സത്യം പറഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, വേറെ ഏതിനോട് ഉപമിച്ചാലും അതിന് നാണക്കേടാവുമെന്നുള്ളത് കൊണ്ട് ഉപമിക്കുന്നില്ല. വല്ലാത്തൊരു മൊയിലിയാക്കന്മാർ.